നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മുൻ MLA PV അൻവർ മത്സരിക്കുകയാണ്. അദ്ദേഹത്തിന് വലിയ തോതിൽ അവിടെ വോട്ട് പിടിക്കാൻ സഹായിക്കാൻ വേണ്ടി തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് അവരുടെ MP ആയിട്ടുള്ള, നിലവിൽ ബഹ്റാംപൂർ MP ആയിട്ടുള്ള യൂസഫ് പത്താനെ ഇപ്പോൾ കളത്തിലിറക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ബഹ്റാംപൂറിൽ അധിർ രഞ്ജൻ ചൗധരിയെ 90,000 വോട്ടുകൾക്കാണ് തൃണമൂൽ കോൺഗ്രസ് തോൽപ്പിച്ചത്. വാസ്തവത്തിൽ ആ സീറ്റ് കോൺഗ്രസിന് കൊടുക്കുമായിരുന്നു. പക്ഷേ അവിടെ വലിയ പിടിവാശി കാണിച്ചതാണ് അധിർ രഞ്ജന് വലിയ പണിയായി മാറിയത്. ഇപ്പോൾ നിലമ്പൂരിലെ സാഹചര്യവും അതുതന്നെയാണ്. അൻവറിനോട് പിടിവാശി കാണിക്കാൻ സതീശൻ എന്തിനു ശ്രമിച്ചു? അതൊരു വലിയ ചോദ്യമായി മാറുകയാണ്. ഷൗക്കത്തിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞാലോ പരാജയത്തിലേക്ക് ഷൗക്കത്ത് നീങ്ങിയാലോ അതിൻ്റെ ഏക ഉത്തരവാദി VD സതീശനായിരിക്കും. അതിന് കാരണമാകുന്നത് സതീശൻ്റെ താൻ പോരിമയാണ്. സതീശൻ കൃത്യമായി കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നില്ല. പല ഇതിലും ഇപ്പോൾ ട്രെൻഡ് അവർക്ക് അനുകൂലമാണ് എന്ന ഓവർ കോൺഫിഡൻസിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അത് തെറ്റായ ഒരു രീതിയാണ്. പല കോൺഗ്രസ്സുകാരും സതീശൻ്റെ ഈ നയത്തോട് യോജിക്കുന്നില്ല. പ്രത്യേകിച്ചും K സുധാകരനും കണ്ണൂരിൽ നിന്നുള്ള പല നേതാക്കളും മലബാർ മേഖലയിലുള്ള ലീഗ് പോലും സതീശൻ്റെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. ലീഗിൽ കുറച്ചധികം ആളുകൾക്ക് കൃത്യമായി ആര്യാടൻ ഷൗക്കത്തിനോട് പിണക്കമുണ്ട്. അത് പാരമ്പര്യമായി അദ്ദേഹത്തിൻ്റെ പിതാവിനോടും പലർക്കും പിണക്കമുണ്ടായിരുന്നു. ലീഗുമായി അഭിപ്രായ ഭിന്നത അതിശക്തമായ 5-ാം മന്ത്രി വിവാദത്തിലൊക്കെ ഉയർത്തിവിട്ട നേതാവാണ് ആര്യാടൻ മുഹമ്മദ്. പക്ഷേ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി എന്തിന് പ്രചരണം ഇറങ്ങുന്നു എന്ന് KM ഷാജിയോട് ഉൾപ്പെടെ ചോദിക്കുമ്പോൾ KM ഷാജി കൃത്യമായി ചില രാഷ്ട്രീയ അനുമാനങ്ങളിലേക്ക് എത്തിയ വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നു UDF സ്ഥാനാർത്ഥി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ബാക്കിയൊന്നും ഞങ്ങൾ കണക്കാക്കുന്നത് പോലുമില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി യൂസഫ് പത്താൻ ഇറങ്ങുമ്പോൾ അത് ചില സൂചനകൾ നൽകുകയാണ്. അവിടെ 81,000 വോട്ടുകൾ ശേഖരിച്ചാണ് PV അൻവർ വിജയിച്ചത്. ഒറ്റയ്ക്ക് 47,000 വോട്ടുകൾ ഏറനാട് മണ്ഡലത്തിൽ തനിച്ച് മത്സരിച്ചപ്പോൾ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരസ്ഥമാക്കിയ വ്യക്തിയാണ് PV അൻവർ. ഒന്ന് ആലോചിക്കണം, അൻവർ ഏറനാടുകാരനാണ്. ഏറനാട് മണ്ഡലത്തിലെ വോട്ടറാണ്, നിലമ്പൂരിലെ വോട്ടർ പോലും അല്ല. അത് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിലമ്പൂരിൽ സ്വതന്ത്രമായി നിന്ന് ഒരു 10,000 വോട്ടെങ്കിലും തികച്ചു പിടിച്ചാൽ ആർക്കായിരിക്കും അതിൻ്റെ ക്ഷീണം? സ്വരാജിനല്ല. സ്വരാജിന് അതിൻ്റെ ക്ഷീണം തട്ടുകയില്ല. അതിൻ്റെ ക്ഷീണം മുഴുവൻ ഷൗക്കത്തിന് തന്നെയായിരിക്കും. അത് മനസ്സിലാക്കി പല നേതാക്കളും സഭ്യതയോടെ പെരുമാറണം, കൃത്യമായി ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം, മുന്നണിയിൽ എടുക്കാം എന്നുള്ള നിർദ്ദേശം നൽകണം. എത്രയോ സീറ്റുകൾ കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെടുന്ന കേരളത്തിലെ സീറ്റുകളുണ്ട്. അൻവർ ചോദിച്ചത് ആ സീറ്റുകളിൽ ഏതെങ്കിലും 1-2 എണ്ണം കൊടുക്കാൻ മാത്രമാണ്. അൻവർ അങ്ങനെ ഒരു തെളിയിച്ച് കാലിബർ ഉള്ള ഒരു നേതാവാണോ എന്നുള്ള ചോദ്യമൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. വാക്കാൽ മറുപടി പറയാൻ കേന്ദ്രം തയ്യാറെടുത്തിരുന്നുവെങ്കിൽ, സതീശനെ ഈ കാര്യത്തിൽ വിലക്കിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു കടുപ്പമേറിയ മത്സരം നിലമ്പൂരിൽ അരങ്ങേറില്ലായിരുന്നു എന്ന് വ്യക്തമാണ്. ത്രികോണ മത്സരമാണ് എന്ന് അൻവർ പറയുന്നു. പക്ഷെ അങ്ങനെ ഒരു സാധ്യതയില്ല. മത്സരം LDFും UDFും തമ്മിൽ തന്നെയാണ്. പക്ഷേ അൻവർ അവിടെ ഒരു ഫാക്ടർ തന്നെയാണ്.